തൃശൂർ പൂരം അലങ്കോലമാക്കിയതിന്റെ ഉത്തരവാദികൾ ഇടതുപക്ഷം മാത്രമാണ്. തൃശൂരിൽ താമര വിരിഞ്ഞപ്പോൾ 3 പേരുടെ ചെവിയിൽ ചെമ്പരത്തി വിരിഞ്ഞു. അതിലൊന്ന് പ്രതാപന്റെ ചെവിയിലും, രണ്ടാമത്തേത് കെ മുരളീധരന്റെ ചെവിയിലും, മൂന്നാമത്തെ ചെമ്പരത്തി സുനിൽകുമാറിന്റെ ചെവിയിലുമെന്ന് വ്യക്തമാക്കുകയാണ് ബി.ജെ.പി. തൃശൂർ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ. അദ്ദേഹത്തിന്റെ വാക്കുകളാകട്ടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാവുകയാണ്. അതായത് ബി.ജെ.പിയും കേരള പോലീസും ചേർന്ന് നടത്തിയ വൻ ഗൂഢാലോചനയാണ് തൃശൂർ പൂരം അലങ്കോലമാക്കിയത് എന്ന സുനിൽകുമാറിന്റെ വാദത്തിൽ പ്രതികരിക്കുകയാണ് അദ്ദേഹം. അതായത് തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു എന്നും ഇതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നും സംഭവത്തിൽ വലിയ ഗൂഢാലോചനയാണ് നടന്നിരിക്കുന്നതെന്നും അതിനാൽ തന്നെ പോലീസ് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വിടണമെന്നുമായിരുന്നു വി.എസ്. സുനിൽകുമാർ ആവശ്യപ്പെട്ടത്. മാത്രമല്ല പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യവിലോപമുണ്ടായി. പൂരത്തിനൊപ്പം നിന്ന് എന്നെ തന്നെ അന്ന് പ്രതിക്കൂട്ടിലാക്കി ചർച്ചകളും പ്രചരണങ്ങളും ഒക്കെ നടന്നു എന്നായിരുന്നു വി.എസ്. സുനിൽകുമാർ പറഞ്ഞത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ ബി.ജെ.പി. തൃശൂർ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ പ്രതികരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: പൂരം അലങ്കോലമാക്കിയതിന്റെ പാപഭാരത്തിൽ നിന്ന് കൈ കഴുകാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇടതുപക്ഷം നടത്തുന്നത്. ദേവസ്വം ബോർഡ് അധികൃതരുമായി അനുനയ സംഭാഷണം നടത്തി പൂരം പുനരാരംഭിക്കുന്നതിന് പ്രധാന പങ്കുവഹിച്ച സുരേഷ് ഗോപിയും ബി.ജെ.പിയും അപകീർത്തിപ്പെടുത്തുന്നതാണ് സുനിൽകുമാറിന്റെ ഈ പ്രസ്താവനയെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മാത്രമല്ല പൂരം അലങ്കോലമായതിന്റെ ഉത്തരവാദിത്തം LDFന് മാത്രമാണ്. പിണറായി വിജയന്റെ പോലീസുമായി ബി.ജെ.പി. ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം തീർത്തും ബാലിശമാണെന്നും കെ അനീഷ് കുമാർ ചൂണ്ടിക്കാട്ടുകയാണ്. അത് മാത്രമല്ല കേരളം ഭരിക്കുന്നത് ബി.ജെ.പി. അല്ല, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കെ സുരേന്ദ്രനുമല്ല. ഇടതുപക്ഷമാണ് കേരളം ഭരിക്കുന്നത്. പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിലെ പോലീസുമായി ബി.ജെ.പി. ഗൂഢാലോചന നടത്തിയെന്നത് ബാലിശമായ വാദഗതി തന്നെയാണ്. ഇവിടെ ഇടതുപക്ഷത്തിനും CPMനും മാത്രമാണ് പോലീസുമായി ഗൂഢാലോചന നടത്താൻ കഴിയുകയുള്ളൂ എന്ന് തന്നെയാണ് കെ അനീഷ് കുമാർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല പൂരത്തിന് മുന്നോടിയായി വ്യക്തമായ ഗൂഢാലോചന ഇവിടെ നടന്നിട്ടുണ്ട് എന്നതും വ്യക്തമാണ്. വി.എസ്. സുനിൽകുമാറും കെ രാജനുമാണ് ആ ഗൂഢാലോചന പോലീസുമായി നടത്തി പൂരം അട്ടിമറിക്കാൻ നിർദ്ദേശം നൽകിയതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പൂരം അട്ടിമറിക്കുക എന്നത് ഇടതുപക്ഷത്തിന്റെ നയമായിരുന്നു. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല, ഇടതുപക്ഷത്തിന്റെ രീതിയിലാണ് ഇത് നടന്നിരിക്കുന്നത്. ക്ഷേത്രത്തിലെ ഉത്സവങ്ങളെയും ആചാരങ്ങളെയും തകർക്കുക എന്നത് ഇടതുപക്ഷത്തിന്റെ നയമെന്ന് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. വിശ്വാസങ്ങളായി ബന്ധിപ്പിച്ച് കാണാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിരുന്നില്ല. അതിനെ രാഷ്ട്രീയമായാണ് നോക്കിക്കണ്ടത്. വിശ്വാസങ്ങളെ അവജ്ഞയോടെ കാണുന്ന, വിശ്വാസങ്ങൾ മ്ലേച്ഛമായി കരുതുന്ന ഇടതുപക്ഷത്തിന്റെ മനസ്സിലിരിപ്പിന്റെ പ്രതിഫലനമാണ് ഈ പൂരം കലക്കലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഉത്സവങ്ങൾ ബി.ജെ.പിയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാനുള്ള പരിപാടി എന്ന തരത്തിലാണ് ഇടതുപക്ഷം നോക്കിക്കാണുന്നത്. എല്ലാത്തിനെയും രാഷ്ട്രീയമായി കാണുന്നതാണ് CPMന്റെ നയമെന്നും പൂരം അലങ്കോലമാക്കിയതിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഉത്തരവാദി ഇടതുപക്ഷം മാത്രമാണ്. തൃശൂരിൽ താമര വിരിഞ്ഞപ്പോൾ 3 പേരുടെ ചെവിയിൽ ചെമ്പരത്തി വിരിഞ്ഞു. അതിലൊന്ന് പ്രതാപന്റെ ചെവിയിലും രണ്ടാമത്തേത് കെ മുരളീധരന്റെ ചെവിയിലുമായിരുന്നു. മൂന്നാമത്തെ ചെമ്പരത്തി സുനിൽകുമാറിന്റെ ചെവിയിലാണ് എന്നതാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. പൂരം അട്ടിമറിച്ചതിന് പിന്നിൽ അന്നേ ദിവസം ചുമതലയിലുണ്ടായിരുന്ന എല്ലാ പോലീസുകാർക്കും പങ്കുണ്ട്. അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നത് തന്നെയാണ് ബി.ജെ.പിയുടെ നിലപാടെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.